ഇപ്പം പല ആൻഡ്രോയിഡ് ഫോൺസിലും കളർ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കളർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൂൾ ടോൺ ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി വാം ആയിട്ടുള്ള ഒരു ടോൺ ആയിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു ടോൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ എങ്ങനെ കളർ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കളർ സ്കീം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഈ ഒരു സെറ്റിങ്സിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെ ഒക്കെ ഫോണുകളിൽ ഈ ഒരു സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ സെർച്ച് സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. കളർ എന്നുള്ളത് സെർച്ച് ചെയ്യുമ്പം തന്നെ നമുക്ക് ഇവിടെ കളർ സ്കീം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പം കളർ ടെമ്പറേച്ചർ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡിഫാൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ വാം, കൂള്, കസ്റ്റം എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാം സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൂള് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് കൂളാണ്. പിന്നെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിന് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ടോണിലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടോണിൽ വെക്കുക. ഞാൻ എന്തായാലും ഡിഫാൾട്ടിൽ തന്നെ വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.